നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. IASകാരെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഡോക്ടർ KM എബ്രാഹാമിനെ നിയോഗിക്കാൻ മുഖ്യമന്ത്രി ആലോചിക്കുന്നു. IASകാർ ഭരണം കുളമാക്കുന്നത് നിരന്തര സംഭവമാകുന്ന സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രാഹാമിനെ റിപ്പോർട്ട് ചെയ്യണമെന്ന അലിഖിത നിയമം വരാൻ പോകുന്നത്. പുതിയ പരിഷ്കാരത്തിന് പിന്നിൽ KM എബ്രാഹാം തന്നെയാണെന്നാണ് വിവരം. എബ്രാഹാമിനെതിരെ പരാതികൾ ധാരാളം വന്നെങ്കിലും അദ്ദേഹം ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്. സിവിൽ സർവീസ് തലപ്പത്ത് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനം പെട്ടെന്നുണ്ടായതാണ്. IAS ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് സർക്കാർ കർശനമായ നിർദ്ദേശം നൽകും. ഇത് സംബന്ധിച്ച് മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ചർച്ച നടത്തും. IAS ഉദ്യോഗസ്ഥർക്കിടയിൽ നിലനിൽക്കുന്ന ചേരിപ്പോര് കൂടുതൽ ഗുരുതരമാകാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് ഉന്നത IAS ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നിരിക്കുന്ന വിവാദത്തിൽ മുഖ്യമന്ത്രിയും കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അതൃപ്തി എന്നാൽ KM എബ്രാഹാമിന്റെ അതൃപ്തി എന്നും കൂട്ടിവായിക്കാം. IAS കലാപത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇടപെട്ടിരുന്നു. സിവിൽ സർവീസ് തലപ്പത്ത് തന്നിഷ്ടപ്രകാരമുള്ള നടപടികളാണ് ഉണ്ടാകുന്നതെന്ന പ്രതീതി പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ടെന്നും ഇത് സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നു എന്നുള്ള CPM നേതൃത്വത്തിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ സ്വീകരിക്കുന്നത്. ഗോവിന്ദൻ ഇക്കാര്യം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. ADGP MR അജിത് കുമാറുമായും SP സുജിത് ദാസുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ നിന്നായിരുന്നു തുടക്കം. ഒടുവിൽ N പ്രശാന്ത്, K ഗോപാലകൃഷ്ണൻ എന്നിവരിലേക്കും പട്ടിക എത്തി നിൽക്കുന്നു. മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതും മുതിർന്ന IAS ഉദ്യോഗസ്ഥനെതിരെ സമൂഹ മാധ്യമത്തിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ തുറന്നെഴുതുന്നതും സംസ്ഥാന ഭരണത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണെന്ന് പാർട്ടി നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പൊതുഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ തമ്മിലടിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടും കഥയില്ലെന്ന് ചുരുക്കം. ഭരണപക്ഷ MLA ആയിരുന്ന PV അൻവർ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് SP സുജിത് ദാസ്, ADGP MR അജിത് കുമാർ എന്നിവരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയായത്. സുജിത് ദാസിനെ സ്ഥലം മാറ്റിയെങ്കിലും അജിത് കുമാറിനെ അവസാന നിമിഷം വരെ സംരക്ഷിച്ചു പിടിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഒടുവിൽ തൃശൂർ പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവയുടെ പേരിൽ DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറിയാണ് സർക്കാർ തടിയൂരിയത്. ഘടകകക്ഷികൾക്കിടയിലും CPMനുള്ളിലും അജിത് കുമാർ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിൽ കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. എന്നാൽ അജിത് കുമാറിന്റെ ശരീരത്തിൽ പിണറായി തൊട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിൽ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനെതിരെ ഉയർന്ന ഭൂമി സംബന്ധമായ ആരോപണവും ചർച്ചയായിരുന്നു. DGPയുടെ ഭാര്യ S ഫരീദ ഫാത്തിമയുടെ പേരിൽ പേരൂർക്കട വില്ലേജിൽ വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരത്തുള്ള 10 സെന്റ് ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദം. കരാർ ലംഘനം നടന്നുവെന്നും പണം തിരികെ വേണമെന്നും ആവശ്യപ്പെട്ട് പരാതിക്കാരൻ ഉമർ ഷെരീഫ് കോടതിയെ സമീപിച്ചതോടെ വ്യവസ്ഥകളോടെ ഭൂമി ജപ്തി ചെയ്യാൻ തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി ഉത്തരവിട്ടു. ഭൂമി ഇടപാട് കേസിൽ DGP S ദർവേഷ് സാഹിബിനും ഭാര്യയ്ക്കുമെതിരായ കോടതി വിധിയും ബന്ധപ്പെട്ട പരാതിയും പരിശോധിക്കാൻ സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെ പണം മുഴുവൻ തിരികെ നൽകി കേസ് ഒത്തുതീർപ്പ് ആക്കുകയായിരുന്നു. ദർവേഷ് സാഹിബിന് പകരം DGP മറ്റാരെങ്കിലും ആണെങ്കിൽ സർക്കാർ വെറുതെ വിടില്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കണ്ണൂർ കളക്ടർ അരുൺ K വിജയന്റെ നിലപാടുകളും വൻ വിവാദമായി. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായ PP ദിവ്യ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിലെത്തി ആരോപണങ്ങൾ ഉന്നയിച്ചും കളക്ടർ അനങ്ങാതെ കേട്ടിരുന്നതും ചടങ്ങിന് ശേഷം നവീൻ ബാബു തന്നെ വന്നു കണ്ട് തെറ്റുപറ്റിയെന്ന് പറഞ്ഞതായി പോലീസിന് മൊഴി കൊടുത്തതും വലിയ ആക്ഷേപങ്ങൾക്ക് ഇടയാക്കി. പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയിട്ടും വിടുതൽ നൽകാതിരുന്നതും നവീൻ ബാബു വേണ്ടെന്ന് പറഞ്ഞിട്ടും യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചതും കളക്ടർ മനഃപൂർവ്വം ചെയ്തതാണെന്ന് പത്തനംതിട്ടയിലെ CPM നേതാക്കൾ വരെ ആരോപണം ഉന്നയിച്ചിരുന്നു. കളക്ടർ അരുൺ K വിജയനെതിരെ അതിനിശ്ചിതമായ വിമർശനമാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ അരുൺ K വിജയനെ തൊടാൻ സർക്കാർ ധൈര്യപ്പെട്ടിട്ടില്ല. ഈ വിവാദങ്ങളെല്ലാം കത്തി നിൽക്കുന്നതിനിടെയാണ് വ്യവസായ ഡയറക്ടർ K ഗോപാലകൃഷ്ണൻ ഒക്ടോബർ 31-ന് ഹിന്ദു മല്ല ഓഫീസേഴ്സ് ഗ്രൂപ്പും പിന്നീട് മുസ്ലിം വാട്സ്ആപ്പ് ഗ്രൂപ്പും രൂപീകരിച്ചത് സംബന്ധിച്ച വാർത്ത പുറത്തുവരുന്നത്. തന്റെ ഫോൺ ഹാക്ക് ചെയ്ത് മറ്റാരാണോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതെന്ന ഗോപാലകൃഷ്ണന്റെ വാദത്തിന് തെളിവില്ലെന്ന് പോലീസ് കണ്ടെത്തിയതോടെ സസ്പെൻഷന് കളമൊരുങ്ങുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉന്നതി CEO ആയിരിക്കെ താൻ ഫയൽ മുക്കിയെന്ന ആരോപണത്തിന് പിന്നിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകാണെന്ന് ആരോപിച്ച് കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്ത് സമൂഹ മാധ്യമത്തിൽ നടത്തിയ രൂക്ഷ വിമർശനം വലിയ വിവാദങ്ങൾക്കിടയാക്കിയത്. മാടമ്പള്ളിയിലെ ചിത്തരോഗി പ്രയോഗവും മുൻ മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരായ ഹൂ ഈസ് ദാറ്റ് പരിഹാസവും കൂടി ആയതോടെ ഒരേ ദിവസം 2 IAS ഉദ്യോഗസ്ഥർക്ക് പണി പോയി. മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ വ്യവസായ ഡയറക്ടർ K ഗോപാലകൃഷ്ണനെതിരെ കുരുക്കുമുറുകുന്നു. സസ്പെൻഷനിലായ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്ന
ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് പരാതി നൽകിയതോടെ വിഷയം കൂടുതൽ സങ്കീർണമാകും. സമൂഹത്തിൽ മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചതിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊല്ലം DCC ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടമാണ് DGPക്ക് പരാതി നൽകിയത്. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥർക്കിടയിൽ മതപരമായ ചേരികൾ സൃഷ്ടിക്കാൻ ഗോപാലകൃഷ്ണന്റെ നടപടി ഇടയാക്കിയെന്ന് സർക്കാർ പുറത്തിറക്കിയ സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലാണ് കോൺഗ്രസ് നേതാവ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഗോപാലകൃഷ്ണന്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ടില്ലെന്ന പോലീസ് റിപ്പോർട്ട് കൂടി സർക്കാർ ശരിവെച്ചാൽ അദ്ദേഹം കൂടുതൽ നിയമകുരുക്കിലാകും. പോലീസിന് വ്യാജ പരാതി നൽകുന്നത് 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഗോപാലകൃഷ്ണൻ ഹാജരാക്കിയ ഫോൺ ഫോർമാറ്റ് ചെയ്തത് തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായ കുറ്റകൃത്യമാണ്. ഗോപാലകൃഷ്ണന്റെ ഫോണിൽ ആരും നുഴഞ്ഞു കയറിയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഗൂഗിളും മറുപടി നൽകിയത്. ഫോൺ ഹാക്ക് ചെയ്ത് വാട്സപ്പ് ഉപയോഗിക്കണമെങ്കിൽ ഫോണിൽ ഇതിനുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അത് ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ സംഭവിക്കാം. പക്ഷെ അത്തരത്തിലൊരു ആപ്പ് ഈ ഫോണിൽ കണ്ടെത്താനായില്ല. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റെക്കോർഡ് പരിശോധനയിലും ഫോണിൽ ബാഹ്യമായ ആരും ഒന്ന് കണക്ട് ചെയ്തിട്ടില്ലെന്നാണ് തെളിഞ്ഞത്. 2019 തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന K ഗോപാലകൃഷ്ണൻ 2013 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. തമിഴ്നാട് നാമക്കൽ സ്വദേശിയാണ്. അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കെ ജോലി രാജിവെച്ച് തിരിച്ചെത്തിയാണ് സിവിൽ സർവീസ് തിരഞ്ഞെടുത്തത്. പൊതുഭരണ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരിക്കെയാണ് തിരുവനന്തപുരം കളക്ടറായി നിയമിതനായത്. മലപ്പുറം കളക്ടർ, അസിസ്റ്റന്റ് കളക്ടർ, കോഴിക്കോട് സബ് കളക്ടർ, ജനനിധി CEO, ലാൻഡ് റവന്യൂ റെക്കോർഡ് ഡയറക്ടർ എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൽ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BTech ബിരുദവും ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. നാമക്കലിലെ കർഷകരായ കാളിയണ്ണനും ശെൽവമണിയുമാണ് മാതാപിതാക്കൾ. ഭാര്യ ദീപ വീട്ടമ്മയാണ്. ആതിര, വിശാഖൻ എന്നിവരാണ് മക്കൾ. കോവിഡ് കാലയളവിൽ 2020 ഗോപാലകൃഷ്ണൻ മലപ്പുറത്ത് കളക്ടറായി എത്തി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. 2013 അസിസ്റ്റന്റ് കളക്ടറായി ഗോപാലകൃഷ്ണൻ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് മലപ്പുറത്താണ്. പിന്നീട് കർമ്മമണ്ഡലം തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഗോപാലകൃഷ്ണൻ ഉന്നതിയുടെ CEO ആയി നിയമിതനായി. ആ സമയത്താണ് N പ്രശാന്തുമായി ബന്ധപ്പെട്ട ഫയൽ വിവാദം ഉടലെടുത്തത്. വ്യവസായ ഡയറക്ടർ ആയിരിക്കെ കഴിഞ്ഞ ദീപാവലിയുമായി ബന്ധപ്പെട്ടാണ് മതാടിസ്ഥാനത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായത് സംബന്ധിച്ചുള്ള പരാതി ഉയരുന്നതും ഒടുവിൽ സസ്പെൻഷനിൽ എത്തിയിരിക്കുന്നതും. പ്രശാന്തിനെതിരായ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഗോപാലകൃഷ്ണൻ വിവാദത്തിലായത്. ഗോപാലകൃഷ്ണന്റെ വിവാദത്തിന് പിന്നിൽ പ്രശാന്തിന്റെ കരങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നവരുണ്ട്. ഏതായാലും ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരന്റെ തൊഴുത്തിൽ മെരുങ്ങാത്ത വിശുദ്ധ പശുക്കളെ എബ്രാഹാമിന്റെ തൊഴുത്തിൽ മെരുക്കാനാകുമോ എന്ന് ചിന്തിക്കുകയാണ് പിണറായി. എന്നാൽ KM എബ്രാഹാമിന്റെ കളി ആരും കാണാത്ത ഒന്നാണ്. എല്ലാം തന്നിലൂടെ മാത്രം സഞ്ചരിച്ചാൽ മതിയെന്നാണ് എബ്രാഹാമിന്റെ നിലപാട്. കൊടികെട്ടിയ ചീഫ് സെക്രട്ടറിമാർ വരെ എബ്രാഹാമിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കാറുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രതിരൂപമായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക IASകാർക്കും എബ്രാഹാമിന് ഭയമാണ്. ഒരിക്കലും മെരുങ്ങാത്ത പല IASകാരും എബ്രാഹാമിന്റെ മുന്നിൽ മെരുങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ മെരുക്കം പുരയ്ക്ക് പുറത്ത് ചാടുമോ എന്ന് കണ്ടറിയാം.